ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 68:1 വായിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തെയും ദൈവജനത്തെയും പകയ്ക്കുന്നവരുടെ മേൽ ദൈവം നേടി വിജയത്തെ എടുത്തു കാണിക്കുന്ന വചനഭാഗമാണിത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയും ഉറപ്പും നൽകുന്ന ഈ വചനം നമുക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്നു. തൻ്റെ ഭക്തർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. ശത്രുക്കൾക്ക് ദൈവത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു എന്നും തീയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. നീതിയോടെ ജീവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ സമാധാനവും സന്തോഷമുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ചെങ്കടൽ 2 ഭാഗിക്കുന്നതും അവരെ അക്കരെ കടത്തുവാൻ സുഗമമായ വഴിയൊരുക്കുന്നതും നാം വായിക്കുന്നു. എന്നാൽ തൻ്റെ ജനത്തിനെതിരായി നിന്ന മിസ്രയീം സൈന്യത്തെ അതേ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞതും നമുക്ക് ഓർക്കേണ്ട കാര്യമാണ്. ശത്രുക്കളെ ചിതറിച്ചില്ലാതാക്കുവാനുള്ള ദൈവശക്തിയെ ഇത് പ്രകടമാക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനവാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാർ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്നാണ്. തൻ്റെ ജനത്തെ വെല്ലുവിളിച്ച ഗോലിയാത്തെന്ന മല്ലനെ ചെറുതെന്നും നിസാരനെന്നും തൻ്റെ സഹോദരന്മാർ പോലും വിലയിരുത്തിയ ദാവീദിനെ കൊണ്ട് വകവരുത്തിയവനാണ് നമ്മുടെ ദൈവം. അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിന് ശത്രുക്കളെ ചിതറിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന സംഭവമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ശത്രു സൈന്യമായ മിദ്യാന്യർക്കെതിരെ വെറും 300 പേരുമായി ഗിദെയോൻ വിജയം നേടി. ഓർക്കുക, ഒരു വലിയ സൈന്യമായിരുന്നു മിദ്യാന്യരുടേത്. ദൈവം തൻ്റെ ജനത്തിലൂടെയോ ദൂതന്മാരിലൂടെ ഏതു രീതിയിലും എത്ര പ്രബല ശക്തിയായ ശത്രുവിനെയും ചിതറിക്കുമെന്നും തകർക്കുമെന്നും മനസ്സിലാക്കുന്ന നീതിമാന് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അതെ, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.